നമ്മുടെ മത്തിക്കറി അതല്ലെങ്കിൽ ചാളക്കറി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1/2 കിലോ മത്തി അല്ലെങ്കിൽ ചാള ഞാനിപ്പോൾ 1/2 കിലോയാണ് എടുത്തേക്കുന്നത്. ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കഴുകുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ടിട്ട് വേണം കഴുകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഉളുമ്പിൻ്റെ ഇതൊക്കെ മാറി കിട്ടുള്ളൂ. നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇതിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ഉണ്ട്. ഇത് സാധാരണ മുളക് പൊടിയാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഒരു എരിവനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു തരം എരിവനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ അരക്കാൻ പോണയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പാണ് ഇപ്പോൾ ചേർക്കണുള്ളൂ. ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞ ശേഷം കറിയിൽ നോക്കിയിട്ട് ബാക്കി ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തതാണ്. അരക്കുമ്പോഴേക്ക് നന്നായിട്ട് വടിയ അരയണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നമുക്കിപ്പോൾ തേങ്ങാപ്പാലാണെങ്കിലും യൂസ് ചെയ്യാം. അത് കുഴപ്പമില്ല. ഞാൻ കുറച്ച് വെള്ളവും കൂടി എടുത്ത് ജാറിൽ നിന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് കട്ടായിട്ട് നിൽക്കണ്ട, കുറച്ച് ലൂസായിട്ട് നിൽക്കുമ്പോഴേ ഇത് നന്നായിട്ട് തിളക്കുമ്പോഴേക്കും പറ്റാനായിട്ട് ഇതുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം പച്ചമുളക് നടുവേ പിളർന്ന് അരിഞ്ഞത് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. പിന്നെ നമുക്ക് മുളക് അധികം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഇട്ടാൽ മതി. മുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ശരിയായിക്കോളും. പിന്നെ വേണ്ടത് കുറച്ച് വേപ്പിലയാണ്. ഈ വേപ്പില നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളിയാണ്. ഉള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടും കൂടി ചതച്ചാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതല്ല അങ്ങനെ പറ്റിയില്ല എങ്കിൽ ഇത് രണ്ടും ചെറുതായിട്ട് മുറിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ആദ്യം വെക്കുമ്പോഴേക്കും നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിനുശേഷം നമുക്കിത് തിളച്ച് വന്ന് കാണുമ്പോഴേക്കും ഇത് സിമ്മിലിട്ട് കൊടുക്കുക. അപ്പം നല്ല ചെറുതായിട്ട് നന്നായിട്ട് തിളച്ച് വറ്റുമ്പോഴേക്കും നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് വറ്റട്ടെ. ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് തിളച്ച് ഒരുവിധം പറ്റാറാവുമ്പോഴേക്കും നമുക്ക് നോക്കാട്ടോ. ഇനി ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുവിധം തിളച്ച് വരുമ്പോഴേക്ക് സിമ്മിലിടണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തൊട്ടേ തന്നെ സിമ്മിലിട്ടേക്കുക. അല്ലാതെ ചിലപ്പോൾ നമ്മൾ മറന്നു പോവാന്നുണ്ടെങ്കിൽ ഇത് തിളച്ച് താഴെ പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇത് സിമ്മിലിടുക. അപ്പോൾ തിളച്ച് പോവില്ല. ഇതിപ്പോൾ സിമ്മിലിട്ട് നന്നായിട്ട് തിളച്ച് ഈ മീനിലുള്ള ആ ഒരു ഇതങ്ങോട്ട് ഊറി വന്നിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ നല്ല മുകളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇവിടെയൊക്കെ മീൻ്റെ നല്ല മീൻകറിയുടെ മണമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനിയും ഉള്ളത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നമുക്ക് ചെറിയതായിട്ടൊന്ന് ഇതൊന്ന് ഇങ്ങനെ കറക്കി കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്.
അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് ആ കറി വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല ഉപ്പൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചാറ് നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡിയായി കഴിഞ്ഞു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം.